വിളിച്ചിരിക്കുന്നതായ ദൈവത്തിന്റെ നേർക്കുള്ളതായ യാത്രയായി മാത്രമേ നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവരുടെ വിശ്വാസ ജീവിതത്തെ സംശീകരിക്കുവാനും നന്മയും സുഹൃതവുമുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗമായി തീരുവാനുള്ളതായ നിരന്തരമായ പ്രയത്നത്തിലൂടെ ക്രിസ്തുവിലുള്ളതായ അസ്തിത്വം വിശ്വാസത്തിലൂടെ വെളിപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ജീവിതം ഏറെ ക്ലേശകരമായ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്ലേശങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സാന്ത്വനമായി, നമുക്ക് സമാധാനമായി, നമുക്ക് ശക്തിയായി നമ്മോട് ചേർന്ന് നിൽക്കുന്നത് വിശുദ്ധന്മാരുടെ സാന്നിധ്യമാണ്. തമ്പുരാനെ പറ്റ അമ്മയുടെയും പരിശുദ്ധന്മാരുടെയും സഹോദരന്മാരുടെയും ശ്ലീഹന്മാരുടെയും എല്ലാം മധ്യസ്ഥതയും പ്രാർത്ഥനയും ക്രിസ്തുവുമായിട്ടുള്ളതായ ബന്ധത്തിന്റെ പൂർണ്ണതയെ കണ്ടെത്തുവാൻ നമ്മെ സഹായിക്കുന്നു. അത് തന്നെയാണ് വിശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷത്തിലൂടെ, ഗിരിപ്രഭാഷണത്തിലൂടെ കർത്താവ് നമ്മോട് പ്രബോധിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് വളരുവാനുള്ളതായ ആഹ്വാനം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഈ പെരുന്നാളിന്റെ കൂടി ഒരു അനുഭവവും നമുക്ക് നമ്മളുടെ ഇടയിലുള്ളതായ ഐക്യം വർദ്ധിപ്പിക്കുന്നതിന്, സമാധാനപരമായ കുടുംബ ജീവിതവും കുടുംബ അന്തരീക്ഷങ്ങളും ധാർമ്മികതയിൽ ഉയർന്നു നിൽക്കുന്നതായ മൂല്യാധിഷ്ഠിതമായ ജീവിതവും നയിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുവാനും ഒക്കെ ഈ പെരുന്നാളിന്റെ കൂടിവരവ് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായിട്ടും പ്രവാസികളായി ഇവിടെ വന്ന് ജീവിക്കുന്ന എല്ലാവരും നിശ്ചയമായിട്ടും പിന്നീട് ഇവിടുത്തെ സിറ്റിസൺസായി ഇവിടെ തന്നെ ജോലി ചെയ്ത് ഇവിടെ തന്നെ തങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഗൾഫ് നാടുകളിലുമൊക്കെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെയുള്ള ദൈവമക്കൾ മിക്കവാറും എല്ലാവരും തന്നെ ഇവിടെ തന്നെ സെറ്റിൽ ഡൗൺ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ സ്വഭാവത്തിനും ഇവിടുത്തെ നിയമാവലികൾക്കും ഇവിടുത്തെ നിയമങ്ങൾക്കും ഇവിടുത്തെ സംസ്കൃതിക്കും സംസ്കാരത്തിനുമൊക്കെ ഉതകുന്ന നിലയിലുള്ളതായ ഒരു ജീവിതമാണ് നിങ്ങൾ എല്ലാവരും തന്നെ ക്രമപ്പെടുത്തി എടുക്കേണ്ടുന്നത്. വെസ്റ്റേൺ കൾച്ചർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെയും എല്ലാം ധാരണ അതെല്ലാം വളരെ മോശം കൾച്ചറാണെന്ന്. ഞാൻ രണ്ട് സംസ്കാരത്തിലും എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടി നല്ല ഒരു സംസ്കാരം ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പാശ്ചാത്യ രാജ്യത്താണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ളതായ പൂർണ്ണ സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. ഈ സ്വാതന്ത്ര്യത്തിന്റെ കുറവ് മുഖാന്തരം നേരായ ചീത്തയായ മാർഗത്തിലേക്ക് പോകുന്ന ഇടവഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സംസ്കാരവും സമൂഹവുമായി നമ്മുടെ നാട് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ടെക്നോളജിയുടെ എല്ലാം കടന്നുവരവോടുകൂടി നമ്മുടെ സംസ്കാരത്തിൽ ജീവിത സംസ്കൃതിയിൽ വന്നിരിക്കുന്ന വലിയ മാറ്റം ഒരു വലിയ ചോദ്യചിഹ്നമായി ഇന്ന് ചിന്തിക്കുന്ന വിഭാഗത്തിന്റെ മധ്യേ നിലനിൽക്കുന്ന ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നിശ്ചയമായിട്ടും ഈ ഇടവകയും ഇതിന്റെ പ്രവർത്തനങ്ങളും ഇവിടെയുള്ള സൺഡേ സ്കൂൾ, അതുപോലെ തന്നെ യൂത്ത് അസോസിയേഷൻ തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെയും അവരുടെ പ്രായത്തിനും അവരുടെ പ്രവർത്തനത്തിനും അനുയോജ്യമായ നിലയിൽ പ്രവർത്തിക്കുന്നതിനും ചേർന്ന് നിൽക്കുന്നതിനുമുള്ളതായ സാഹചര്യങ്ങൾ സമാജത്തിന്റെ പ്രവർത്തനത്തിലൂടെ, യൂത്ത് അസോസിയേഷന്റെ പ്രവർത്തനത്തിലൂടെ, സൺഡേ സ്കൂളിന്റെ പ്രവർത്തനത്തിലൂടെ ഒരു കമ്മ്യൂണിറ്റി ഏതെല്ലാം നിലകളിൽ സമൂഹത്തിൽ വൈബ്രന്റ് ആയിട്ട് നിലനിൽക്കാൻ സാധിക്കുമോ ആ മേഖലകളെല്ലാം കണ്ടെത്തി പ്രവർത്തിക്കുവാനുള്ള അന്വേഷണ ത്വരയോടുകൂടി മുൻപോട്ട് പോകുവാൻ ഒരു ചെറിയ കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ കൂടുതലായ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാ നന്മകളും പെരുന്നാളിന്റെ ആശംസകളും നേരുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂടി കാണുവാനും ഈ ഇടവകയുടെ ഓരോ ആവശ്യങ്ങൾക്കും എപ്പോഴും ചേർന്ന് സഹായിക്കുന്ന ബഹുമാനപ്പെട്ട ജോസച്ചൻ, ജ്ഞാനായ ഇടവകയിൽ നിന്നും ഉള്ള ബഹുമാനപ്പെട്ട ജോസച്ചൻ, അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏത് സന്ദർഭത്തിലും ഏതാവശ്യം വരുമ്പോഴും അച്ഛന്റെ സാന്നിധ്യം നമുക്ക് വളരെ സഹായകരമാണ്. എത്രമാത്രം കൃതജ്ഞത അദ്ദേഹത്തിന് അർപ്പിച്ചാലും മതിയാവുകയില്ല. ഇവിടെയുള്ള അച്ഛന്മാർക്ക് ഇവിടെ യാത്ര ചെയ്യേണ്ടി വരുമ്പോഴോ ആവശ്യങ്ങൾക്ക് മറ്റു സ്ഥലത്ത് പോകേണ്ടി വരുമ്പോഴോ ഒക്കെ ആ ഒരു ഗ്യാപ്പ് ഇവിടെ അത്
എല്ലാ അർത്ഥത്തിലും അവിടെ സാന്നിധ്യം കൊണ്ട് ഈ ഇടവകയെ ധന്യമാക്കുന്ന ബഹുമാനപ്പെട്ട ക്രനായ സെന്റ് തോമസ് ചർച്ചിലെ ബഹുമാനപ്പെട്ട ജോസച്ചൻ പ്രത്യേകമായിട്ട് ഈ സമയത്ത് അദ്ദേഹത്തോടുള്ളതായ സ്നേഹവും അദ്ദേഹത്തോടുള്ളതായ നന്ദിയും വളരെ വിനയപൂർവ്വം ഈ സമയത്ത് അറിയിക്കും. എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. കുർബാനയ്ക്ക് ശേഷം ഇവിടെ ചില കാര്യങ്ങളൊക്കെ നടത്തപ്പെടുവാനായിട്ടുണ്ട്. ഒരു മെത്രാപ്പോലിത്ത എന്നുള്ള നിലയിൽ ഒരു വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് ബിഷപ്പിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് മെത്രാപ്പൊലിത്ത എന്നുള്ള നിലയിൽ നിങ്ങളുടെ കൂടെ നിങ്ങളോടൊപ്പം ഇതിന്റെ പൂർണ്ണത കൈവരിക്കുന്നതിൽ എനിക്കിവിടെ ഇവിടെ വരുവാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന, എന്നെ ഒത്തിരി കരുതുന്ന ആളുകളാണ് ഞാൻ വളരെ പരിചയപ്പെടാൻ എനിക്കിടയായി. ചെറുതെങ്കിലും വലിയ മനസ്സും നല്ല നന്മയുമുള്ള ഒരു സമൂഹമായി എനിക്ക് നിങ്ങളെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയിലെ കൂടി വരുന്ന അനേകം ആളുകളെ പരിചയപ്പെടാൻ ഇടയായി. കത്തോലിക്ക സഭയിലെയും മാർത്തോമാ സഭയിലെയും ഒക്കെ ദൈവമക്കൾ ഇവിടെ താമസിക്കുന്നുണ്ട്. പ്രവാസികളായ നാം ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് തികച്ചും സ്ട്രെയിഞ്ച് ആയിട്ടുള്ള രാജ്യമാണ് ഇവിടെ വരുമ്പോൾ നിശ്ചയമായിട്ടും ഈ സ്ഥലം. എന്നാൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഇവിടെയുള്ള നമ്മുടെ സഹജീവികളുമായി ഇവിടുത്തെ സംസ്കാരത്തിൽ ഏതെല്ലാം നിലകളിൽ നമുക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാമോ ആ നിലകളിലെല്ലാം പ്രവർത്തിക്കുന്നതിനും നമുക്ക് ഒരു സമൂഹത്തോടുള്ളതായ ഉത്തരവാദിത്തങ്ങൾ മുഴുവനും ഒരു ക്രിസ്തീയ സമൂഹം എന്നുള്ള നിലയിൽ നിറവേറ്റുവാൻ തക്കവിധം ഇടവകയ്ക്ക് എല്ലാ വിധത്തിലുമുള്ളതായ കൃപകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം സമൃദ്ധിയായി ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോഹരമായ ദൈവാലയത്തിൽ നിങ്ങളോട് ഒന്നിച്ച് ഈ അനുഗ്രഹീത പെരുന്നാളിൽ സംബന്ധിക്കുവാനും നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പ്രത്യേകമായി ഇന്നത്തെ ആരാധനയിൽ വന്ന് സംബന്ധിച്ചിരിക്കുന്ന മറ്റ് സഹോദര ഇടവകകളിലെ ബഹുമാനപ്പെട്ട സ്നേഹമുള്ള എല്ലാ വിശ്വാസികളെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ സഹകരണത്തിനും സാന്നിധ്യത്തിനും പ്രത്യേകമായി നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്തു. മനോഹരമായി പാട്ടുപാടിയ കൊയർ വളരെ അഭിനന്ദനം അർഹിക്കുന്നു. നാട്ടിലെ കൊയറൊക്കെ പാടുന്നതിലും വളരെ നന്നായിട്ട് പാടാനായിട്ട് സാധിച്ചു. എങ്ങനെ ഇത് ഒപ്പിച്ചെടുത്തു എനിക്കറിയില്ല. ഏതായാലും നാട്ടിൽ പോയി പലപ്പോഴും കുർബാനയ്ക്കൊക്കെ ചെല്ലുമ്പോൾ കൊയർ പാടുമ്പോഴൊന്നും ശരിയാവാറില്ല. ഇവര് വളരെ മനോഹരമായിട്ട് പാടി, പുതിയ പാട്ടുകളൊക്കെ പാടി. പ്രിൻസച്ചൻ വലിയ പാട്ടുകാരൊന്നും ആയിരുന്നില്ല. പക്ഷേ കാനഡയിൽ വന്നതിന് ശേഷം അച്ഛനൊരു പാട്ടുകാരനൊക്കെ മാറിയെന്ന് എനിക്ക് ഇത്തിരി സംശയമുണ്ട്. ഏതായാലും മക്കൾ മനോഹരമായിട്ട് പാടി. നമുക്ക് ഈ ഐക്യവും സമാധാനവും സന്തോഷവും നമുക്ക് നിലനിർത്താം. നാടിനെ കുറിച്ചും നാട്ടിന്റെ വളർച്ചയിൽ സന്തോഷിക്കുവാനും നാടിന്റെ വീഴ്ചയിൽ വേവലാതിപ്പെടുവാനും നിങ്ങളുടെ പ്രാർത്ഥനയും അന്വേഷണവും എപ്പോഴും സമൂഹത്തോടും സഭയോടും എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് വിനയപൂർവ്വം നിങ്ങളുടെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും ബലഹീനനായി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി ഓർപ്പിക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട പ്രിൻസച്ചനെ പ്രത്യേകം കരുതുകയും അദ്ദേഹത്തിന് നിങ്ങളുടെ പ്രാർത്ഥനാപൂർവമായ എല്ലാ സഹകരണവും തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിൽ ഉണ്ടായിരിക്കണമെന്ന് വിനയപൂർവ്വം നിങ്ങളുടെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇത്രയും ബഹുമാനപ്പെട്ട ക്രനായിലെ ജോസഫിനെയും കൊച്ചുമ്മയെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങൾ എല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് വലിയ അർച്ചന അനുഗ്രഹിച്ച അഭിനന്ദ പിതാവ് നന്ദി മാത്രം പറഞ്ഞാലും മതിയാവുകയില്ല എന്ന് ബോധ്യമുണ്ട്. അഭിനന്ദ പിതാവാണ് എന്നെ ഓരോ സ്ഥാനത്തേക്ക് ഉയർത്തി ഇന്ന് ഈയിടെ ശുശ്രൂഷിക്കാൻ തക്കവണ്ണം എന്നെ ഈ നിലയിലാക്കി തീർത്തതിൻ്റെ വലിയ അനുഗ്രഹത്തിൻ്റെ സോഴ്സ്. വാസ്തവത്തിൽ തിരുവേനി പറഞ്ഞതുപോലെ ഞാൻ കൊച്ചി ഭദ്രാസനത്തിലെ അച്ഛനാണ്. ഏത് സമയം തിരുവേനി തിരിച്ചു വിളിച്ചാലും അടുത്ത ഫ്ലൈറ്റിൽ കയറി പോകേണ്ട ഒരാളാണ് ഞാൻ. അവിടെ തിരുവനന്തപുരത്ത് കുറച്ച് നാൾ കൂടെ ശുശ്രൂഷിക്കാൻ തക്കവണ്ണം നൽകിയ ആ വലിയ അനുവാദത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇവിടെയും കണ്ണൂരിലൊക്കെ ആയിട്ട് സേവനം അനുഷ്ഠിക്കാനായിട്ട് കുറച്ചു കാലം കൊടുക്കുന്ന ആ അവകാശത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അഭിനന്ദ പിതാവ് നമ്മുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പിതാക്കന്മാർ പരിശുദ്ധന്മാർ മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പിൻതലമുറക്കാരാണ്. ആ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കാനഡയിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട്. നമ്മുടെ അവറാച്ചനും ആ കുടുംബത്തിൽപ്പെട്ട ആമ്പി അത് ഈ അടുത്ത ദിവസം മനസ്സിലാക്കാൻ സാധിച്ചത്. ആ മഹാപരിശുദ്ധ തിരുമേനിയുടെ പിൻതലമുറക്കാരൻ തിരുമേനി ഈ ഇടവകയിൽ കുർബാന റെഗുലറായിട്ട് ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ട് വന്ന് വിശുദ്ധ ബലിയർപ്പിച്ച് പെരുന്നാൾ ആഘോഷിക്കാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച പിതാവിനുള്ള നന്ദിയും സ്നേഹവും
പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. തിരുമേനി അയർലൻഡിൽ നിന്നും അതുപോലെ അമേരിക്കയിൽ നിന്നും അതുപോലെ സെമിനാരി പഠനം പെരുമ്പള്ളിയിലെ മോർ ജൂനിയർ സെമിനാരിയിൽ നിന്നും ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഉന്നതമായിട്ടുള്ള ബിരുദങ്ങൾ നേടി വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പിതാവാണ്. പിതാവ് ചെമാച്ചനാകുന്നത് 1974-ലാണ്. അച്ഛനായിട്ട് പട്ടമേൽക്കുന്നത് 1984-ലാണ്. പ്രഭാച്ചനായിട്ട് ഉയർത്തപ്പെടുന്നത് 1994-ലാണ്. അതേ തുടർന്ന് 1994 ജാനുവരി 16-ന് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ ഇഗ്നാഷ്യസ് കായിവാസ് പിതാവിനാൽ ഒരു മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. അതിന്റെ പിതാവ് സഭയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഓടി നടന്ന് ഊർജ്ജസ്വലനായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ഇപ്പോൾ പരിശുദ്ധ സിനോദോസിന്റെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്നു. നാട്ടിൽ ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സ്ഥാപകനാണ്. അതിന്റെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ചുക്കാൻ പിടിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. നാട്ടിലൊക്കെയും എറണാകുളത്ത് നിന്ന് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജോർജിയൻ ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിന്റെ ചുക്കാൻ പിടിക്കുന്ന തിരുമേനിയാണ്. ജോർജിയൻ അക്കാദമിയുടെ ചുക്കാൻ പിടിക്കുന്ന തിരുമേനിയാണ്. പല എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും വിവിധ സ്ഥാപനങ്ങളിലൊക്കെ ചുക്കാൻ പിടിക്കുന്നത് അഭിനയ പിതാവാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഫെൽക്കിൻ സെന്ററിനും ഒരുപാട് ഉപദേശങ്ങളും സഹകരണം ചെയ്യുന്ന അഭിനയ പിതാവാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും വളരെ മനോഹരമായിട്ട് പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ തന്നെ നമുക്ക് ഇവിടെ വരുവാനായിട്ട് സാധിച്ചത് ഞാൻ വളരെ കൃതാർത്ഥനാണ്. എന്നെ സംബന്ധിച്ച് പ്രത്യേകത കൂടെയുണ്ട്. എൻ്റെ സ്വന്തം എന്ന് പറയാവുന്ന ആത്മീയ പിതാവാണ്. പട്ടണമെന്ന് മാത്രമല്ല കൊച്ചു ഭദ്രാസനത്തിലെ പിതാവുമാണ്. ഞാൻ ടൊറന്റോയിൽ സെന്റ് ജോർജ് ഇടവക തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് അവിടെ വന്ന തിരുമേനിയും ഈ തിരുമേനി തന്നെയായിരുന്നു. ഇവിടെയും കാൽഗറിയിലും അതുപോലെ തന്നെ സംഭവിച്ചത് ഞാൻ വളരെ വലിയ കോയിൻസിഡൻസ് ആയിട്ട് കാണുകയാണ്, ദൈവാനുഗ്രഹമായിട്ട് കാണുകയാണ്. പരിശുദ്ധ പിതാവിന്റെ സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുന്നു. ഒരു അപേക്ഷ കൂടി തിരുമേനിക്ക് പറയാനായിട്ടുള്ളത്, എപ്പോഴെങ്കിലും അമേരിക്കയ്ക്കോ അതുപോലെ കാനഡയിലേക്കോ ടിക്കറ്റ് എടുക്കുമ്പോൾ ടൊറന്റോയ്ക്ക് വരുമ്പോൾ ഈ എഡ്മണ്ടൺ കാൽഗറി കൂടി ആ എക്സ്റ്റൻഡഡ് ജേർണിയിൽ ഉൾപ്പെടുത്തി നാട്ടിനെ പ്ലാൻ ചെയ്ത് പോരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഇവിടെ ജനങ്ങൾക്ക് എല്ലാവർക്കും തിരുമേനിയെ ഒത്തിരി ഇഷ്ടമാണ്. തിരുമേനി വരുന്നത് വലിയ സന്തോഷമാണ്. സന്തോഷത്തോടെ ഭാവിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യട്ടെ. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ വന്ന് വിലർത്തിക്കൊണ്ട് പോകണം അനുവദിച്ച് അനുഗ്രഹിച്ച ഇടവനത്രാപ്പോലിത തീത്തോസ് തിരുമേനിയെയും നന്ദിയോടെ ഓർക്കുന്നു. Let me also extend our hearty thanks and gratitude to the most respected and our beloved His Eminence Bishop Moses. He's always with us. His Eminence is doing everything for us in this church, and he is part and parcel of this St. Simon's Church. And we are so grateful to you, and we are so privileged, and it's a high pressure for us to have you with us. And thank you very much for all the arrangements and freedom you are giving us, and we are enjoying this church. Thank you very much. ഇപ്പോൾ പരിശുദ്ധനായ എൽദോസ് ബാവയുടെ നാമത്തിൽ പ്രത്യേകമായിട്ട് ധൂപപ്രാർത്ഥന നമുക്ക് അനുഗ്രഹം.